ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജീവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ജീവന്റെ അവസ്ഥ കണ്ട് സുജാത പൊട്ടിക്കരയുകയാണ്. ശരവണ, എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇതുവരെ വേദനിപ്പിച്ചിട്ട് പോലുമില്ല. അവനാണിപ്പോൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. തുടർന്ന് നിത്യ സുജാതയെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജീവന് ഷോക്ക് കൊടുക്കുന്നതാണ്. എന്നാൽ ഷോക്ക് കഴിയുമ്പോൾ അവിടെ നിന്ന് ആൾ മാറുന്ന തക്കം നോക്കി ജീവൻ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയോടുകയാണ്. അതേസമയം ജീവന്റെ വീട്ടിൽ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുകയാണ് സുജാതയും നിത്യയും ജ്യോതിയും കൂടി ചേർന്ന്. എവിടേക്കാ പോകുന്നതെന്ന് നിത്യ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ലെന്നും എത്രയും പെട്ടെന്ന് എല്ലാവരും സാധനങ്ങളെല്ലാം എടുത്തു വെക്കാനും സുജാത പറയുന്നു. തുടർന്ന് ശരവണൻ പറയുകയാണ്, അമ്മ ഈ വീട് വിട്ട്. അതെ ശരവണ, ഒരു നിമിഷം പോലും ഈ വീട് വിട്ട് മാറി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാനാണ്. പക്ഷേ എനിക്കിപ്പോൾ ഈ വീടെന്ന് കേൾക്കുന്നതേ ഭയമാണെന്നൊക്കെ സുജാത പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഡോക്ടറിനെയാണ്. ഡോക്ടർ അറ്റൻഡർമാരോട് പറയുകയാണ്, തീർച്ചയായും അവൻ പോയിരിക്കുന്നത് അവൻ്റെ വീട്ടിലേക്കായിരിക്കും. വീട്ടിലേക്കാണ് പോയതെങ്കിൽ അവൻ ഉറപ്പായും അവിടെ ആരെയെങ്കിലും കൊന്നിരിക്കും. തുടർന്ന് ഡോക്ടർ സുജാതയെ വിളിക്കുകയാണ്. ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. ജീവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന സുജാത ഞെട്ടലോടെ നിൽക്കുന്നു. അയാൾ നേരെ വരുന്നത് നിങ്ങളുടെ വീട്ടിലേക്കായിരിക്കും. ഒരു കാരണവശാലും അയാൾ വരുമ്പോൾ നിങ്ങളാരും വീട്ടിലുണ്ടാകരുതെന്ന് ഡോക്ടർ പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് സുജാത കോള് കട്ട് ചെയ്യുന്നു. എന്താ അമ്മേ, എന്തു പറ്റിയെന്ന് നിത്യ ചോദിക്കുമ്പോൾ ചതിച്ചു മോളെ, അവൻ ഹോസ്പിറ്റലിൽ നിന്നും രക്ഷപ്പെട്ടെന്ന് സുജാത പറയുന്നു. ഇത് കേൾക്കുന്ന നിത്യയും ജ്യോതിയും ശരവണനും ഞെട്ടലോടെ നിൽക്കുകയാണ്. അവൻ ഏതു നിമിഷവും ഇങ്ങോട്ടേക്ക് വരാം ശരവണ എന്ന് സുജാത പറയുന്നു. അതേസമയം ജീവൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തുന്ന ജീവൻ അവിടെ ഉണ്ടായിരുന്നൊരു പൈപ്പ് കയ്യിലെടുത്ത് അകത്തേക്ക് കയറുകയാണ്. അമ്മ, എന്താണെങ്കിലും നമുക്ക് മുൻവഴി കൂടി പോകണ്ട, നമുക്ക് പിന്നിൽ കൂടി പോകാമെന്ന് പറഞ്ഞ് ശരവണൻ അവരെയും വിളിച്ചുകൊണ്ട് പുറകിലൂടെ ഇറങ്ങുന്നു. തുടർന്ന് അകത്തേക്ക് കയറുന്ന ജീവൻ നിത്യ എന്ന് അലറുമ്പോൾ സുജാത പറയുകയാണ്, ആരും ശബ്ദമുണ്ടാക്കരുത്. അവൻ ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടുന്ന് ഇറങ്ങി രക്ഷപ്പെടണം. അങ്ങനെ അവർ പുറകിലൂടെ പോകുന്ന സമയത്ത് ജീവൻ ജ്യോതിയുടെയും നിത്യയുടെയും എല്ലാം മുറിയിൽ കയറി തിരയുകയാണ്. തുടർന്ന് ജീവൻ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറുമ്പോഴേക്കും അവര് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ജീവൻ ജ്യോതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ജ്യോതി പേടിയോടെ തന്റെ ഫോൺ സുജാതയ്ക്ക് നേരെ കാണിക്കുന്നു. തുടർന്ന് സുജാത ജ്യോതിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഇട്ടിട്ട് പോയല്ലേ അമ്മയെന്ന് ജീവൻ ചോദിക്കുകയാണ്. അതെ, ഞങ്ങൾ കുറച്ച് ദൂരേക്കാ പോകുന്നതെന്ന് സുജാത പറയുന്നു. എന്നാൽ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള അനൗൺസ്മെന്റ് കേട്ട് അവര് ബസ് സ്റ്റാൻഡിലുണ്ടെന്ന് ജീവൻ മനസ്സിലാക്കുകയും സ്റ്റാൻഡിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അതേസമയം ഹരിയും ബസ് സ്റ്റാൻഡിലെത്തുകയാണ്. ഹരിയുമായി ജീവൻ ഏറ്റുമുട്ടുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഒരു പാലമാണ്. ജീവൻ എങ്ങനെയോ അവിടെ എത്തിയിരിക്കുകയാണ്. ജീവൻ നിത്യയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുമ്പോൾ സുജാത ജീവനെ തടഞ്ഞു നിർത്തുന്നു. എന്നാൽ സുജാതയെ തള്ളി മാറ്റിക്കൊണ്ട് ജീവൻ നിത്യയുടെ അടുത്തേക്ക് ചെല്ലുകയും നിത്യയുടെ മുഖമടക്കിയൊന്ന് കൊടുത്ത് നിത്യയെ പാലത്തിൽ നിന്നും താഴെയുള്ള ഒഴുക്കുള്ള പുഴയിലേക്ക് എറിയാൻ ഒരുങ്ങുകയും ചെയ്യുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ കാല് തെറ്റി ജീവൻ ആ പുഴയിലേക്ക് വീഴുന്നു. ആ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു. ആകെ തകർന്ന് നിലവിളിക്കുന്ന സുജാതയാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.